അത് കേരള സ്റ്റോറി എന്ന് അത് ഈ ലവ് ജിഹാദ് എന്ന് അറബി പേരിട്ടുകൊണ്ട് മുസ്ലിങ്ങളെ മാത്രം ഒരു സംഭവമായിക്കോണമെന്നില്ല. ഈ ഇഷ്ടപ്പെട്ടവളെ കൂട്ടിക്കൊണ്ട് ഇഷ്ടപ്പെട്ടവൻ്റെ ഒപ്പം പോകുക എന്നുള്ളത് ഈ മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണത്. അതിന് മതം നോക്കിയിട്ടല്ല. ഇപ്പോൾ പ്രേമിക്കേണ്ടത് മതം നോക്കിയിട്ടാ അല്ലല്ല. പിന്നെ ഇവിടെ കേരളത്തിൽ അങ്ങനെ മുസ്ലിങ്ങളെ പിന്നെ അമുസ്ലിങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളതായ മതമില്ലാത്തവരെ പിടിച്ചുകൊണ്ട് പോകണ വല്ല സ്വഭാവം ഇവിടെ കേരളത്തിലുണ്ടോ? അത് എല്ലാവരും ചെയ്യുന്നുണ്ട്. ഒരുത്തം മറ്റൊരുത്തരെ സ്നേഹിച്ചാൽ ചിലപ്പോൾ അവളെ കൊണ്ടുപോകും, അല്ലെങ്കിൽ അവനെ കൊണ്ടുപോകും. ഇതൊക്കെ സ്വാഭാവികമല്ലേ. അതിനൊരു മതത്തിനെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയാ. മറ്റുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ച് മറ്റുള്ള ജനങ്ങളിൽ വളരെയധികം മോശമാവുന്ന ഒരു ചിത്രം വരുത്തി തീർക്കുന്നതാണ് കേരള സ്റ്റോറി എന്ന് പറയുന്നത്. കാരണം ഇതൊക്കെ ഞങ്ങളെ പണിയാന്ന് തോന്നുന്നു. മുസ്ലിമീങ്ങളെ പണിയാണ്. ഇപ്പോൾ ഇങ്ങനെ മുസ്ലിം സ്ത്രീകളെ അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകളൊക്കെ മുസ്ലിമീങ്ങളല്ലാത്തവരെ സ്ത്രീകളൊക്കെ തട്ടിക്കൊണ്ടുപോകുക എന്നുള്ളത്, അവരെ തട്ടിക്കൊണ്ടുപോകുക, ഇത് ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സംഗതിയാണ്. അത് ഉണ്ടായി കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ മതമൊന്നും അവിടെ അവർക്ക് അത് തടസ്സമല്ല. അത് ആർക്കും അങ്ങനെ തന്നെ. അവിടെ പല മുസ്ലിങ്ങളല്ലാത്തവരും പലരും മുസ്ലിങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകണമെങ്കിൽ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ പ്രേമിച്ചുകൊണ്ടുപോകുക ചെയ്യുന്നുണ്ടല്ലോ. ഇത് ലവ് ജിഹാദ് എന്നാണ്. ജിഹാദ് എന്നുള്ളൊരു പേരുണ്ടായതുകൊണ്ട് ഇത് മുസ്ലിമീങ്ങളെ മാത്രം ഒരു സംഗതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാതെ ശരിയല്ല.